മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടത്തുന്നതിന് ഏതൊക്കെ സ്റ്റോപ്പിൽ എപ്പോൾ നിൽക്കണമെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്നുകൂടി വായിക്കാം. മലപ്പുറം ജില്ലയിലെ സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര നടത്തുന്നതിന് ഏതൊക്കെ സ്റ്റോപ്പിൽ എപ്പോൾ നിൽക്കണമെന്ന് അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ചോദ്യം VP സാനു എന്ന് പറയുന്ന ഒരു കൃമികീടത്തിൻ്റെയാണ്. പിണറായി വിജയൻ്റെ തീട്ടത്തിലെ കൃമികീടമായിട്ടുള്ള VP സാനുവിൻ്റെ ചോദ്യമാണ്. സാനു ചോദിക്കുന്നത്, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ജൂൺ 15 മുതൽ പ്രിയദർശിനി എന്ന പേരിട്ട പദ്ധതി പ്രകാരം കേരളത്തിലെ ഓർഡിനറി ബസ്സുകളിൽ, ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആരംഭിക്കുകയാണ്. അപ്പോൾ സാനുവിൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, മലപ്പുറം ജില്ലയിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ ഏതൊക്കെ സ്റ്റോപ്പിൽ എപ്പോൾ നിൽക്കണം? സാനുവിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ മലപ്പുറത്ത് KSRTCയുടെ ഓർഡിനറി സർവീസുകൾ വളരെ കുറവാണ് എന്നുള്ളതാണ് സാനുവിൻ്റെ പ്രശ്നം. ശരിയാണ്, സാനു പറഞ്ഞത് വളരെ കൃത്യമാണ്. സാനുവിന് നല്ല ബുദ്ധിയുണ്ട്, നല്ല വിവരമുണ്ട്, നട്ടെല്ല് മാത്രമില്ല. നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് പിണറായി വിജയൻ്റെ തീട്ടം വാരി തേച്ചിരിക്കുകയാണ്. അത് കാരണം സാനുവിന് നട്ടെല്ലില്ല. അണ്ടങ്ങമ്മി കൃമികീടങ്ങൾ മനസ്സിലാക്കേണ്ടത്, മലപ്പുറത്ത് ഓർഡിനറി സർവീസുകൾ കുറവാണ്. ആരാ കാരണക്കാരെ? എന്തുകൊണ്ടതങ്ങനെ സംഭവിച്ചു? സംഭവിച്ചത് മലപ്പുറം ജില്ലയോടുള്ള അവഹേളനം കൊണ്ട്. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഹാലിളകുന്നത് കൊണ്ട്, മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയതയാണെന്ന് വിളിച്ചു പറയുന്നത് കൊണ്ട്, മലപ്പുറത്തെ കുട്ടികളെ കാണുമ്പോൾ വല്ലാത്ത അസൂയ, വല്ലാത്ത കൃമികടിയ, മൂലമിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഈ കൂട്ടങ്ങൾക്ക്. മലപ്പുറത്തെ കുട്ടികളെ കാണുമ്പോൾ, മലപ്പുറത്തെ മനുഷ്യരെ കാണുമ്പോൾ, മലപ്പുറം എന്ന പേര് കേൾക്കുമ്പോഴേക്കും മൂലമിങ്ങനെ കടയും. കാരണം എന്താ? പിണറായി വിജയൻ്റെയും സജി ചെറിയാൻ്റെയും സാനുവിൻ്റെയും ഒക്കെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമാ, വല്ലാത്ത അരിശമാ, വല്ലാത്ത വൈരാഗ്യമാ, വല്ലാത്ത പകയാ മലപ്പുറത്തോട്. UDF സർക്കാർ അധികാരത്തിലേറിയിട്ട് 1 മാസം പോലും പിന്നിട്ടില്ല, അല്ലേ? 1 മാസം പിന്നിട്ടോ? ഇല്ല. മെയ് 18 ക്യാബിനറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആ മെയ് 18 മുതൽ ഇങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 1 മാസം പിന്നിട്ടിട്ടില്ല. മലപ്പുറത്ത് ഓർഡിനറി സർവീസുകളുടെ കുറവുണ്ട്. ആര് സമ്മതിക്കുന്നു? പിണറായി വിജയൻ്റെ തീട്ടം നട്ടെല്ലാക്കി മാറ്റിയ സാനുവും സമ്മതിക്കുന്നു. മലപ്പുറത്ത് ഓർഡിനറി സർവീസുകളില്ല. എന്തേ ഇല്ലാതിരുന്നത്? ഈ ജില്ലയെ പാടെ അവഗണിക്കുകയായിരുന്നു പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചിട്ട് ആ നാട്ടിലെ മലപ്പുറത്തെ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഓർഡിനറി സർവീസുകളായിട്ടുള്ള ബസ്സുകൾ പോലുമില്ല. എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടുള്ള ബസ് സർവീസ് പോലും മലപ്പുറം ജില്ലയിൽ ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? പിണറായി വിജയൻ്റെ അവഗണന മലപ്പുറം ജില്ലയോട്. മലപ്പുറത്തെ ജനങ്ങൾ അവരങ്ങനെ അനുഭവിക്കേണ്ട, അവർ ഒരു പാഠം പഠിപ്പിക്കണം. അവരങ്ങനെ സുഖിക്കേണ്ട, അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പിണറായി വിജയൻ്റെ ഉള്ളിലുള്ള പക. ആ പക കാരണം 10 വർഷം ഭരിച്ചിട്ട്, എടോ കൃമികീടം സാനു, നിന്റെ രാജാവ്, ആ രാജാവിൻ്റെ തീട്ടമല്ലേ നീ നട്ടെല്ലാക്കി വെച്ചിരിക്കുന്നത്? തീട്ടം ഇങ്ങനെ വാരി തേച്ചിരിക്കുക. ആ രാജാവ് 10 വർഷം ഭരിച്ചിട്ട് മലപ്പുറം ജില്ലയിൽ മതിയായ ഓർഡിനറി സർവീസ് KSRTC നടത്തുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാ? വിജയൻ തന്നെ, മറ്റാരാ? അതല്ലാതെ 3 ആഴ്ച മാത്രമായിട്ട് ഭരണത്തിലിരിക്കുന്ന സതീശനാണോ അതിനുള്ള ഉത്തരവാദി? അപ്പോൾ ഉത്തരവാദിത്തം ആർക്കാ? ഈ പറയുന്ന പിണറായി വിജയന്, അല്ലേ? അപ്പോൾ സഖാവ് അന്തംകമ്മി സാനു സമ്മതിക്കുകയാ, അല്ലെങ്കിൽ കുറ്റമേറ്റു പറയുകയാ? എന്താണെങ്കിലും സാനുവിനോട് ചോദ്യം, കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ മലപ്പുറത്തിന് അനുവദിച്ച ഈ ബസ്സുകളുടെ KSRTC വിവരങ്ങൾ ഒന്ന് പുറത്തുവിടാൻ തയ്യാറുണ്ടോ? മലപ്പുറം ജില്ലയെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയായിരുന്നു. അത് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ആണോ? വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞ് പാസ്സായി വരുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് പോകാൻ സീറ്റില്ല. പകുതിയിലേറെ 10ാം ക്ലാസ്സിൽ പാസ്സാവുന്നതിൽ പകുതിയിലേറെ വിദ്യാർത്ഥികൾക്കും സീറ്റ് ലഭിക്കുന്നില്ല. കാരണം എന്താ? അത്രയേ ഉള്ളൂ എണ്ണം.
എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഒരു ജനതയുടെ ഒരു തലമുറയുടെ വിദ്യാഭ്യാസത്തെ പോലും നിഷേധിച്ച് വേണ്ട വിധത്തിൽ സീറ്റുകൾ അനുവദിച്ചു നൽകാതെ അതിൻ്റെ എണ്ണത്തിൽ വർധനവ് നടത്താതെ എല്ലാ രീതിയിലും മലപ്പുറത്തുകാരെ പാടെ അവഗണിക്കുകയായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ. എന്താ കാരണം മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമാണ്. എല്ലാ മുസ്ലിം ലീഗുകാരാണ്. കൃമികീടങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ 1, 2 ഒക്കെ ഉണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ മാത്രമുള്ള കൃമികീടങ്ങളില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ അവഗണനക്കുള്ളത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിൻ്റെ മണ്ണം എഴുതി കൊടുത്തു പിണറായി വിജയൻ്റെ അണ്ണാക്കിലേക്ക്. 16-ൽ 16ഉം മലപ്പുറത്തിൻ്റെ ചുൽത്താൻ ജലീലിനെ അടക്കം അടിച്ച് മൂലക്കിരുത്തി മലപ്പുറത്തിൻ്റെ മക്കള്. എന്നിട്ട് ഇങ്ങനെ ഛർദിക്കുക, കൃമികീടം വന്നിട്ട് ഛർദിക്കുക. എടോ കൃമികീടമേ, ഇപ്പോഴാണോ നാവ് പൊന്തുന്നത്? 10 വർഷം വിജയൻ ഭരിച്ചപ്പോ, വിജയൻ നക്കിയപ്പോ, ഖജനാവിൽ കൈയിട്ട് നെയ്മീൻ മാത്രം നക്കിയപ്പോ ഈ നട്ടലും ഈ നാവും എവിടെയായിരുന്നു കൃമികീടം? ഈ 10 വർഷക്കാലം എവിടെയും കണ്ടില്ലല്ലോ, കേട്ടില്ലല്ലോ. എവിടെയായിരുന്നു? വല്ല എത്യോപ്യയിലായിരുന്നോ? അല്ല സുഡാനിലായിരുന്നോ? അല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും പോയിട്ട് ഒളിജീവിതം നടത്തുകയായിരുന്നോ? മഴയത്ത് ഈ കൃമികീടങ്ങളൊക്കെ പുറത്തേക്ക് വരും അല്ലേ? ചെറിയ ഇഴജന്തുക്കളൊക്കെ സാധാരണഗതിയിൽ മഴക്കാലമാകുമ്പോൾ വലിയ സജീവമാകും. അതുപോലെയാണ് UDF ഗവൺമെൻറ് വന്നപ്പോൾ സജീവമാകുന്ന ഒരു കൃമികീടത്തിൽ ഒന്നാണ് ഇത്. കഴിഞ്ഞ 10 വർഷക്കാലം സാനുവിന് തോന്നിയില്ല മലപ്പുറത്ത് ഓർഡിനറി ബസ്സുകൾ കുറവാണെന്ന്, മലപ്പുറത്ത് +2-നുള്ള സീറ്റ് കുറവാണ്, മലപ്പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കുറവാണ്, മലപ്പുറത്ത് സർക്കാരിൻ്റെ സർവീസുകൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഇതൊന്നും സാനുവിന് ഇങ്ങനെ ഒരു അഭിപ്രായം കഴിഞ്ഞ 10 വർഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൃമികീടങ്ങളൊക്കെ തലപൊക്കുക. തീട്ടം തേച്ച് വെച്ചിരുന്ന നട്ടല്, അപ്പോൾ തീട്ടമൊക്കെ ഉണങ്ങി പിടിച്ചിട്ട് ഇപ്പം അത് നല്ല അങ്ങനെ ടൈറ്റായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, എന്തൊരു സാധനം തേച്ച് വെച്ച് അത് ഉണക്കം വന്നു കഴിഞ്ഞാൽ വടി പോലെ നിൽക്കും. അപ്പോൾ ആ ഒരു പിൻബലത്തിൽ, ആ തീട്ടം ഉണങ്ങിയതിൻ്റെ പിൻബലത്തിൽ ഇപ്പോൾ ചിലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സാനുവിനെ പോലുള്ളവർ. നിങ്ങളൊന്ന് ആലോചിക്കണോ ഈ അന്തംകമ്മികളുടെ ഒരു തൊലിക്കെട്ടിയെ? ഇപ്പം ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം കണ്ടു. എന്താണ്? കാസർകോട്ട് നിന്ന് ഹോസ്റ്റൽ സൗകര്യം കുറവാണെന്ന് പറഞ്ഞ് HFIക്കാർ ഒരു കോളേജിൽ സമരം നടത്തുക. ഹോസ്റ്റൽ സൗകര്യം പോരാ, ഹോസ്റ്റൽ സൗകര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം നടത്തിയ HFIക്കാർ, ഏത് ഈ സാനുവിൻ്റെ സെയിം ആ HFIക്കാർ സമരം നടത്തുകയാണ് കാസർഗോഡ്. കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ചപ്പോൾ ഹോസ്റ്റൽ ഉണ്ടായിരുന്നില്ല. ആ കോളേജ് ഇന്നലെ പൊട്ടി മുളച്ചതാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേറൊരു സമരം കഴിഞ്ഞ ദിവസം കണ്ടു. എന്താണ്? ഈ ട്രൈബൽ മെൻറ്റർമാരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ വലിയ സമരം HFIയുടെ. എന്നാൽ ഈ ട്രൈബൽ മെൻറ്റർമാരെ പിരിച്ചുവിട്ടത് എപ്പോഴാ? UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണോ? അല്ല, മാർച്ച് 31, 2026 മാർച്ച് 31. അന്ന് ഇലക്ഷൻ പോലും നടന്നിട്ടില്ല. ആരാ മുഖ്യമന്ത്രി അന്ന്? പിണറായി വിജയൻ. ഇലക്ഷൻ നടക്കുന്നതപ്പാ ഏപ്രിൽ 9, റിസൾട്ട് വന്നതപ്പാ മെയ് 4. UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എപ്പോഴാ? മെയ് 18. എന്നിട്ടും HFIക്കാർ സമരം നടത്തുക. ഞാൻ പറഞ്ഞില്ലേ, അന്നൊക്കെ എല്ലാ ദിവസവും പിണറായി വിജയൻ്റെ തീട്ടം ഇങ്ങനെ നട്ടലിൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ വാരിത്തേക്കുമായിരുന്നു. അപ്പോൾ ഉണങ്ങാൻ സമയം കിട്ടില്ല. ഇപ്പം മെയ് 18 ശേഷം ഇത് വാരിത്തേക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ മുമ്പ് തേച്ച് വെച്ചതൊക്കെ ഉണങ്ങിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങിപ്പിടിച്ചപ്പോൾ ഒരു വടി പോലെ കുറച്ച് ടൈറ്റായി നിൽക്കുന്നുണ്ട്. ഒരു ഇത്തിരി ബലം വന്നതുപോലെ. ഇങ്ങനെ വളച്ചാൽ പൊട്ടും, അതൊരു മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പം അത് ഉണങ്ങിയത് കൊണ്ട്, മറ്റേതിങ്ങനെ അതൊരു ഫ്ലെക്സിബിൾ ആയിരുന്നു, ഉണങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ ഒലിച്ചൊക്കെ ഇറങ്ങുമായിരുന്നു. ഇപ്പോൾ ഇത് ഒലിച്ചിറങ്ങാതെ ഉണങ്ങി പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ബലത്തിൽ ഈ കൃമികീടങ്ങളൊക്കെ പുറത്തേക്ക് തള്ളുകയാണ്. ഇപ്പം മഴ തുടങ്ങിയപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഈ ചെറിയ ചെറിയ പ്രാണികളും ചെറിയ ചെറിയ ഇഴജന്തുക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടില്ലേ? അതുപോലെ തന്നെ UDF സർക്കാർ വന്നപ്പോൾ ഈ തേച്ച് വെച്ചിരിക്കുന്ന തീട്ടമൊക്കെ ബലം പിടിച്ചിട്ട് അതിൻ്റെ ബലത്തിൽ ഇങ്ങനെ നാവിട്ടളക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. മനസ്സിലായില്ലേ? ഇവനൊക്കെ ഈ സാധനമൊക്കെ വെറുതെ ആണോ? എത്ര തവണ മത്സരിച്ചു?
എത്ര തവണയാ മത്സരിച്ചത്? എന്തേ 8 നിലയിൽ പൊട്ടിയേ? ഇതാണ് ഇവൻ്റെയൊക്കെ തൊലിക്കട്ടി, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ രീതി. ഇതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം വാ തുറക്കാത്തവൻ ഇപ്പോൾ പറയാണ് ഓർഡിനറി ബസ് സർവീസ് ഇല്ല, എണ്ണമില്ല, അതുകൊണ്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു വലിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു, അത് നടപ്പിലാകുമ്പോൾ വല്ലാത്ത മൂലം കടച്ചില്ല. വല്ലാത്ത മൂലം കടച്ചില്ല. പിണറായി വിജയൻ അധികാരത്തിലുണ്ടായപ്പോൾ മര്യാദയ്ക്ക് ബസ് സർവീസ് പോലും ഉണ്ടായില്ല. ഇതിപ്പോൾ ഫ്രീ യാത്ര അനുവദിക്കുമ്പോൾ ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവറ്റകളുടെ ഈ ഇരട്ടത്താപ്പ് എന്നൊന്നല്ല പറയേണ്ടത്, ഇതൊരുമാതിരി ഈ കൂടുതൽ ഞാൻ പറയുന്നില്ല, അത് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വായിലേക്ക് മറ്റൊരു വാക്ക് വന്നതാണ്, അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നില്ല, അത് വിട്. അപ്പോൾ ഇത്തരം കൃമികീടങ്ങൾ ജനം, ഇതൊക്കെ വിറ്റകൾ മനസ്സിലാക്കേണ്ടത്, ഈ ജനം എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രബുദ്ധതയുടെ നാടായി കേരളം എന്ന് പറയുന്നത്. ഈ ജനത്തിന് വല്ലാത്തൊരു പ്രബുദ്ധതയാണ്. ആ ജനത്തെ നോക്കി പല്ലിളിച്ച് കാണിക്കുന്ന ഏർപ്പാട് നടത്തി കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ കരണം ജനം പോകില്ലേ? ഏതോ മൂലക്കിരുന്ന് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു തൊലിക്കെട്ടിയല്ലേ. 3 ആഴ്ച മാത്രമായിട്ടൊരു സർക്കാർ കസേരയിലിരിക്കുക, എന്നിട്ട് പറയാണ് മലപ്പുറത്ത് ഓർഡിനറി സർവീസുകളില്ല. അപ്പോൾ 10 വർഷം, കഴിഞ്ഞ 10 വർഷം ഇരുന്നവൻ അപ്പോൾ എന്ത് തൊലിക്കായിരുന്നു? ക്ലിഫ് ഹൗസിൽ ഇരുന്ന് ഊമ്പായിരുന്നവൻ ആയിരുന്നോ കഴിഞ്ഞ 10 വർഷക്കാലം? ഈ 10 വർഷക്കാലം മലപ്പുറത്ത് ഓർഡിനറി സർവീസ് ഉണ്ടായില്ല എന്ന് സഖാക്കൾക്കും കൃമികീടങ്ങൾക്കൊന്നും തോന്നിയില്ലേ? +2 സീറ്റില്ല എന്നുള്ളത് ഈ സഖാക്കൾക്കും കൃമികീടങ്ങൾക്കും തോന്നിയില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലം കാസർകോട്ടെ കോളേജിൽ ഹോസ്റ്റലില്ല എന്ന് കൃമികീടങ്ങൾക്ക് തോന്നിയില്ലേ? മാർച്ച് 31 മെൻറ്റർമാരെ പിരിച്ചു വിട്ടപ്പോൾ ഈ കൃമികീടങ്ങൾ അതൊന്നും കണ്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. തൊലിക്കെട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കെട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? കണ്ടാമൃഗങ്ങാനും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നീ എന്തിനാടാ എൻ്റെ തൊലിക്കെട്ടിയെ അവനുമായിട്ട് താരതമ്യം ചെയ്തേ? അവനൊക്കെ എൻ്റെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? എന്നെയായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് നമ്മൾ ആക്രമിക്കൂ. മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. വല്ലാത്ത ജാതി ഐറ്റങ്ങൾ തന്നെയാണ് ഇതൊക്കെ.